ജോസ് ഇസ് ദ ബോസ്. ഒരു മലയാളിക്ക് മറ്റൊരു മലയാളിയുടെ അസൂയ എത്ര ഉണ്ടെന്നറിയാൻ നമ്മുടെ സഞ്ജു സാംസന്റെ പോസ്റ്റുകൾക്കും വീഡിയോകൾക്കും ലഭിക്കുന്ന കമൻറ്റുകൾ കണ്ടാൽ മനസ്സിലാവും. സത്യത്തിൽ IPL പോയിന്റ് ടേബിളിൻ്റെ തലപ്പത്തിരിക്കുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനാണ് സഞ്ജു എന്ന കാര്യം മനഃപൂർവ്വം മറക്കുന്നതാകാം. രോഹിതോ ധോണിയോ ആണ് ഇങ്ങനെ ടേബിൾ ടോപ്പേഴ്സ് ആകുന്നതെങ്കിൽ വാഴ്ത്തിപ്പാടാൻ ഒരുപാട് പേർ വരും. സഞ്ജുവിൻ്റെ പ്രകടനം അത്ര പോരാ എന്ന് പറയുന്നവരോട്, 2020 എന്നത് ക്രിക്കറ്റിൻ്റെ പൂർണ്ണ രൂപമല്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തീരുമാനങ്ങളെടുത്ത് പ്രകടനം നടത്തേണ്ട ഒരു ഫോർമാറ്റാണ്. അവിടെ ഒരു പന്ത് വളരെ മികച്ചതാണെന്ന് കരുതി അത് ഡിഫെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. മാക്സിമം റൺസ് നേടുക എന്നത് തന്നെയാണ് പ്രധാനം. പ്രത്യേകിച്ച് 200 എന്ന സ്കോർ പോലും ഇപ്പോൾ സാധാരണമായി മാറിയിരിക്കുന്ന ഈ സമയത്ത്. അതിനാൽ തന്നെ സഞ്ജുവിൻ്റെ സമീപനം തന്നെയാണ് ശരി. ഇനി അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെപ്പറ്റി കഴിഞ്ഞ ദിവസം KKRനെതിരെ അശ്വിനെ മുന്നോട്ടിറക്കിയതിന് രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ഒന്നെങ്കിൽ വിമർശിക്കുന്നവർക്ക് അശ്വിനെ പറ്റി കൃത്യമായി അറിയില്ല. നിലവിൽ ഇന്ത്യയിലെ മികച്ച ക്രിക്കറ്റിംഗ് ബ്രെയിനുകളിലൊന്നാണ് അശ്വിൻ. പ്രത്യേകിച്ച് നരയനും വരുൺ ചക്രവർത്തിയും ബോൾ ടേൺ ചെയ്യിക്കാൻ തുടങ്ങിയ സമയത്ത് ലോകോത്തര സ്പിന്നറായ അശ്വിൻ തന്നെയായിരുന്നു ബെസ്റ്റ് ഓപ്ഷൻ. അതിന് മുൻപത്തെ മത്സരത്തിൽ തനുഷ് കോട്ടിയനെ ഓപ്പണറാക്കി ഇറക്കിയതിനെപ്പറ്റി അദ്ദേഹം രഞ്ജിയിൽ മുംബൈക്കായി സെഞ്ചുറി നേടിയ താരമാണ്. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ഒരവസരം നൽകിയാലല്ലേ ഒരു പ്രതിഭ കണ്ടെത്താൻ കഴിയൂ. സാക്ഷാൽ രോഹിത് പോലും ഹിറ്റ്മാൻ ആയത് ഓപ്പണറായി ലഭിച്ച അവസരത്തിലൂടെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് സഞ്ജുവിനെ പറ്റി, ടീമിൽ സഞ്ജുവിന് ലഭിക്കുന്ന സ്ഥാനത്തെപ്പറ്റി. ആരുടെ നേട്ടവും സ്വന്തം നേട്ടമായി ആഘോഷിക്കുന്ന ഒരു കൂട്ടമാണ് രാജസ്ഥാൻ റോയൽസ്. ഒരു ക്യാപ്റ്റൻ പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിരുന്നുണ്ടെങ്കിൽ അത് തൻ്റെ കളിക്കാരിലുള്ള ആത്മവിശ്വാസമാണ്. അതെ, ഏത് റോളും ചെയ്യാൻ തയ്യാറായിരിക്കുന്നവനാണ് ഒരു യഥാർത്ഥ ക്രിക്കറ്റർ. അഭിമാനിക്കാം നമ്മുടെ പയ്യനെ ഓർത്ത്.